ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഹീറോയുടെ ഏറ്റവും പുതിയ വീഡിയോയാണ് VX2 ആണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കാച്ചർ DC വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹീറോയുടെ അപ്ഡേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണിത്. അതിന് മുന്നേ വന്ന വീഡിയോ അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. രണ്ടാമത്തെ ഒരു വേർഷൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. വിഡ VX2 പ്ലസ്, ഇത് പ്ലസ് ആണ്. അതുപോലെ തന്നെ ഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗോ എന്ന് പറയുമ്പോൾ 92 കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജിൽ റേഞ്ച് കിട്ടുന്നത്. ഈ ഒരു പ്ലസിലേക്ക് പോകുമ്പോൾ അത് 142 കിലോമീറ്റർ റേഞ്ചിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഓവറോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് ക്ലോസ് ആയിട്ട് കണ്ടിട്ട് പറഞ്ഞു പോകാം. ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് പറയാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും അതിന്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ ഹീറോയുടെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് അല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് ഇതിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ നമ്മളുടെ എഞ്ചിൻ എന്ന് പറയുന്നതിനെക്കാളും ബെറ്റർ മോട്ടർ എന്ന് പറയുന്നതായിരിക്കും. 6 കിലോ വാട്ടിന്റെ മോട്ടറാണ് ഇതിന് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഗോ എന്ന് പറയുമ്പോൾ 92 കിലോമീറ്ററും പ്ലസ് എന്ന് പറയുമ്പോൾ 142 കിലോമീറ്ററും. അത് ബാറ്ററി പാക്കിന്റെ വ്യത്യാസത്തിലാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റമുണ്ട്. ടോപ്പ് എൻഡിലേക്ക്, അതായത് ഹൈ സ്പീഡ്, ഇതിന്റെ പ്ലസിന്റെ ഹൈ സ്പീഡ് 80 km/h, ഗോയിലേക്ക് പോകുമ്പോൾ അത് 70 കിലോമീറ്ററും റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസൈനിങ് നോക്കുവാണെങ്കിൽ പ്രാക്ടിക്കലി ഒരു നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു സ്കൂട്ടറിന്റെ രീതിയിലുള്ള ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട്. മുന്നേ വന്ന ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ നിന്ന് കുറെ മാറ്റങ്ങൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ നമുക്ക് വിടാന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി LED ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് DRL കൊടുത്തിട്ടുണ്ട്. അത് ഓണാക്കി കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിന്റെ DRL വരുന്നത്. പിന്നെ പ്രൊജക്ടർ ആയിട്ട് അടിപൊളിയായിട്ട് രണ്ട് ഹെഡ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഡിസൈനിങ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഹസാർഡ് ഉണ്ട്. ഹസാർഡ് ഓൺ ആക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. അതിന്റെ കവറിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനും നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈനിങ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിങ് ഈ ഒരു പോർഷനിലൊക്കെ വന്നത് നമുക്ക് കാണാൻ പറ്റും. ഡുവൽ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ മിറേഴ്സ് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ 12 ഇഞ്ചാണ് വീല് വന്നിരിക്കുന്നത്. MRFിന്റെ ടയേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫോക്സ്, ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഫോക്സും കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് വീല് അലോയ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. ഓവറോൾ കാണുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസൈനിങ്ങിൽ ഇത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇതിന്റെ DRLൊക്കെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്പർ പ്ലേറ്റും നല്ല രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇതിന്റെ മുൻഭാഗ കാര്യമുള്ളത്. അപ്പോൾ നേരെ വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഒരു നല്ല അടിപൊളിയായിട്ട് ഒരു ലെഗ് സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഓറഞ്ചിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണാൻ പറ്റും. ഇതിൽ ഗ്യാസ് ഊറ്റി കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടിച്ചിട്ട് കയറുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ 155 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുഡ് പെഡലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്കിന്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതവിടെ VX2 പ്ലസിന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വെഹിക്കിളിന്റെ ഒരു ഡിസൈനിങ്ങിലാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ സീറ്റ് പറയുകയാണെങ്കിൽ സീറ്റിന് ഹൈലൈറ്റ് ഉണ്ട്. സീറ്റ് 185 mm വലിയ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രാബ് റെയിലാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ വീൽസിനെ പറ്റി എടുത്ത് പറയേണ്ടത് വെച്ചാൽ അലോയ് വീലാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഹബ്ബ് മോട്ടർ വരുമ്പോൾ അലോയ് വീൽ കാണാറില്ല. പക്ഷേ ഇതിൽ അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബെൽറ്റ് ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 6 kWന്റെ ഇതും കൊടുത്തിട്ടുണ്ട്, അതായത് മോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്ലസിലേക്ക് വരുമ്പോൾ 3.4 kWh കിലോ വാട്ട് അവറിന്റെ ബാറ്ററിയും, അത് നേരെ ഗോയിലേക്ക് പോകുമ്പോൾ 2.2 kWh ബാറ്ററിയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് വിഡാന്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ടെയിൽ ലാമ്പ് മുൻഭാഗത്തെ DRനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തത്. ആ പാറ്റേൺ നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതവിടെ പവേർഡ് ബൈ ഹീറോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിന് ആവശ്യത്തിനൂടെയാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിന് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു റിയർ മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ നേരത്തെ കണ്ട പോലെ തന്നെ മുന്നിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു കവറിംഗ് ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ടെയിൽ ലാമ്പിന്റെ ഡിസൈനിങ് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ രീതിയിലാണ് ടെയിൽ ലാമ്പിന്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള റിമൂവബിൾ ബാറ്ററിന്റെ കാര്യം നമുക്ക് പറയാം. ഇത് ജസ്റ്റ് ഈ ഒരു രീതിയിലേക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റ് ഓപ്പൺ ആവും. സീറ്റ് ഓപ്പൺ ചെയ്ത് ശേഷം ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. 2 ബാറ്ററിയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പാകത്തിലാണ് ഇതിന്റെ ബാറ്ററി സെറ്റ് ചെയ്തത്. ഇത് നമുക്ക് അഴിച്ചുകൊണ്ടുപോയി റൂമിലേക്കൊക്കെ വെച്ച് ഇത് ചെയ്യാൻ, ചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് താമസിക്കുന്നവരാണെങ്കിൽ പ്രാക്ടിക്കലി നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറേജ്, നമ്മൾ വിചാരിക്കും ഈ ഒരു ബാറ്ററി ഒക്കെ വരുന്നതുകൊണ്ട് സ്റ്റോറേജ് കുറവായിരിക്കുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് നോക്കുവാണെങ്കിൽ
ഇതാ ഒരു ഹെൽമെറ്റ്, ഫുൾ ഫേസ് ഹെൽമെറ്റ് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു സ്പേസ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ചാർജർ. നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിന് ചാർജറാണ്. ഈ ബാറ്ററി വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണത്. ഇനി നമുക്കിത് അടക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിവർ നോർമലായിട്ട് രീതിയിൽ ലിവറും വന്നിട്ടുണ്ട്. ഇനി നേരെ എവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് ഹസാർഡിന്റെ ഓപ്ഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡ്രൈവ് മോഡും അതുപോലെ തന്നെ പാർക്കുന്നൊരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഈ ഡ്രൈവ് മോഡ് എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി, അതായത് ഹീറോ VX2 പ്ലസിലേക്ക് വരും 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. എക്കോ, സ്പോർട്ട്, റൈഡ് എന്ന് പറഞ്ഞ 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഗോലേക്ക് പോകുമ്പോൾ 2 ഡ്രൈവിംഗ് മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നേരെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇത് എഞ്ചിൻ കിൽ സ്വിച്ച് ഇതിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ ഓൺ, പിന്നെ മോട്ടർ ഓൺ ചെയ്യേണ്ട ഇതിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ സെന്ററിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്ത് കാണാൻ പറ്റും. ഇവിടെ ഓറഞ്ചിന്റെ ഒരു ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഇത് 4.3ന്റെ ഒരു സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഇത് 2 തരത്തിൽ വരുന്നുണ്ട്. പ്ലസിലേക്ക് വരുമ്പോൾ TFTയും നേരെ ഗോലേക്ക് പോകുമ്പോൾ LCD ആണ് വരുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കാണാം. ഓൺ ചെയ്ത് വരുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഈ രീതിയിലാണ് ഇത് ഓണായി വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് പിടിക്കണം, അതിനുശേഷം ഇതാ സെൽഫ് സ്റ്റാർട്ട് കൊടുക്കാനുള്ള ഇത് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഇതാ ബ്രേക്ക് പിടിച്ച് ഇത് കൊടുക്കുന്നുണ്ട്. വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എക്കോ മോഡിലാണ് ഉള്ളത്. ഇത് റൈഡ് മോഡ് അതുപോലെ തന്നെ സ്പോർട്ട്, 3 മോഡിലേക്ക് നമുക്കിത് അവൈലബിൾ ഉപയോഗിക്കാൻ പറ്റും. ഓരോ മോഡിലും റേഞ്ച് കുറച്ച് മാറ്റങ്ങൾ വരും. അതായത് ഇതാ സ്പോർട്സ് വേയും 24 കിലോമീറ്ററാണ്. ഇതിപ്പോൾ ചാർജ് കുറവാണ്. 24 കിലോമീറ്റർ ഓടാനുള്ള ചാർജ്, ഇത് 36 കിലോമീറ്റർ ഓടാനുള്ള ചാർജ്. അതായത് ഇതിൽ ഇതാണ് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ. ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്പീഡോമീറ്റർ ഇവിടെ കാണാൻ പറ്റും. എത്ര ഇതിൽ ഓടി എന്നുള്ള കാണാൻ പറ്റും. ഇതിവിടെ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിലൊക്കെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിവിടെ ഈ ഒരു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റിംഗ്സിലൊക്കെ കയറേണ്ടത്. അതിന് മുമ്പേ ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, പാസും ഇതിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എമർജൻസി പർപ്പസിന് ഉപയോഗിക്കാനുള്ള SOS ബട്ടണാണിത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിത്ത് സൗണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹോണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ സെറ്റിംഗ്സിൻ്റെ നോക്കുമ്പോൾ ഈ രീതിയിലാണ്. തേഴ്സ്ഡേ 25 ജനുവരി, കറണ്ട് റൈഡ് 0. ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഡിസ്റ്റൻസ് 150. ഇത് പുതിയ വണ്ടിയാണ്, കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. പിന്നെ ടൈം ലാപ്സ്, ഇത് നമ്മളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കോള്, SMS അതുപോലെ തന്നെ നാവിഗേഷൻ ഒക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളും അതുപോലെ ഹാൻഡിലിൻ്റെ കാര്യങ്ങളുള്ള ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ അത്യാവശ്യം നല്ലൊരു മിററും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ കീൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റും. ഇതവിടെ കീൻ്റെ ഓപ്ഷൻ, ഇതിൽ തന്നെ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. തൊട്ട് താഴെയായി ഇതവിടെ USB-ൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഫോണൊക്കെ വെച്ച് നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ പാറ്റേൺ ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു ഇതിലെ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. നേരെ മറുവശത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ചാർജിങ്ങിൻ്റെ ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. അല്ലാത്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ഊരിയിട്ട് വേണമെങ്കിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേഷൻ, ഇൻഡിക്കേറ്ററിൻ്റെ ഈ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലോ ബാറ്ററിയും എഞ്ചിൻ വാർണിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സൈഡിൽ തന്നെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വിഡാൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത് ഓവറോൾ മീറ്റർ ലെസ്റ്ററിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്, സീറ്റിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നത് 33 ലിറ്റർ ആണ് ഇതിന്റെ സീറ്റിന്റെ ഉള്ളിലെ സ്റ്റോറേജ് വരുന്നത്. നേരത്തെ ഹെൽമെറ്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എത്ര ലിറ്റർ ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഓവറോൾ വണ്ടിയുടെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇതിന്റെ മോട്ടർ ബെൽറ്റ് ഡ്രൈവ് ആണ് ഇതിന്റെ ഒരു മോട്ടർ വന്നിട്ടുള്ളത്. അത് സെപ്പറേറ്റ് മോട്ടർ വെച്ചിട്ട് ഇതിലേക്ക് ബെൽറ്റ് വഴിയാണ് സാധാരണ നമ്മൾ സ്കൂട്ടിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ടയറൊക്കെ റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ആ രീതിയിലൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇതിന്റെ സീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. 777 mm ആണ് ഇതിന്റെ ഒരു സാഡിൽ ഹൈറ്റ് വരുന്നത്. എനിക്ക് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുട്ട് 172 സെന്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ തോന്നിയ കാര്യങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആയിട്ടും ലുക്കിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.